നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആത്മീയ പാതയിൽ ഇല്ലായിരുന്നല്ലോ. ഈ സാധു ഈ അക്കാഡായിലെ സാധുമാരൊക്കെ ഇരിക്കുമ്പോൾ സാധാരണ തീയൊക്കെ കത്തിച്ചു ധൂനി എന്ന് പറയുന്നത്. നാഥ് സമ്പ്രദായത്തിലവർക്കും ഉണ്ട് ധൂനി. അപ്പോൾ ഞാൻ താഴെ വന്ന് ഇതിനകത്തോട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ എണീറ്റ് നിന്ന് ഒരാൾ. എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ആളാണ്. 9ാമത്തെ വയസ്സിൽ ആ പിക്ചർ ഇങ്ങനെ സബ് കോൺഷ്യസിൽ എച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കും ഹിന്ദിയിലാണ് പറഞ്ഞത്. ഘൂം ഫിർ കെ ഫിർ ആകെ എന്ന് പറഞ്ഞു. കറങ്ങി നടന്ന് ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലായിരുന്നല്ലോ. ഈ സാധു ഈ അക്കാഡായിലെ സാധുമാരൊക്കെ ഇരിക്കുമ്പോൾ സാധാരണ തീയൊക്കെ കത്തിച്ചു ധൂനി എന്ന് പറയുന്നത്. നാഥ് സമ്പ്രദായത്തിലവർക്കും ഉണ്ട് ധൂനി. അപ്പോൾ ഞാൻ താഴെ വന്ന് ഇതിനകത്തോട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ എണീറ്റ് നിന്ന് ഒരാൾ. എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ആളാണ്. 9ാമത്തെ വയസ്സിൽ ആ പിക്ചർ ഇങ്ങനെ സബ് കോൺഷ്യസിൽ എച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കും ഹിന്ദിയിലാണ് പറഞ്ഞത്. ഘൂം ഫിർ കെ ഫിർ ആകെ എന്ന് പറഞ്ഞു. കറങ്ങി നടന്ന് ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചു. 1 കൺഫ്രണ്ട് ചെയ്യാം. ഓക്കെ. 2 കോംപ്രമൈസ് ചെയ്ത് ഗ്രാജുവലായിട്ട് സ്ലോ ആയിട്ട് ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഈ സെക്കൻഡ് തിങ്ങാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കൺഫ്രണ്ട് ചെയ്ത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ കോൺഫ്രണ്ടേഷനിലൊന്നും നടക്കില്ല. ഒരു ടെമ്പററി ആയിട്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാകും, അത് പിന്നെയും ഇറ്റ് വിൽ ഫോൾ ഫ്ലാറ്റ്. അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് ഇതിൻ്റെ എസെൻസിൽ പോകണം. എസെൻസിൽ പോയി കുറേ കൂടുതൽ ആൾ ഇതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെത്താനെ അതിൻ്റെ ട്രാപ്പിങ്സ് എല്ലാം വീണോളൂ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം. പിന്നല്ലാതെ പിന്നെ നമ്മൾ എൻ്റെ കാര്യം അങ്ങനെയാണ്. മൈ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനെയാണ് പറ്റിയത്. അതും ഇതൊരുമാതിരി പിന്നെ അതിന് ഒരു ഇതുണ്ട്, എന്താ പറയുന്നതിന്, ഈ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹാങ് ഓവർ. അതിനൊരു ഹാങ് ഓവർ. ആ ഹാങ് ഓവർ മാറ്റാം. പിന്നെ കുറച്ച് കഴിയുമ്പം നമുക്ക് അത് ഒരു 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 മെക്കാനിക്കലായിട്ടുള്ള ഏറ്റവും നല്ല ശുദ്ധമായ കഞ്ചാവ് കിട്ടുന്ന സ്ഥലം ഈ പറഞ്ഞ ഹിമാലയമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നേപ്പാളിലാണ്. അവിടെ നിന്ന് കടത്തി വരുന്നുണ്ട്. സ്ഥലമൊക്കെ അറിയാമല്ലോ ശ്രീക്ക്. ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വരുന്നതും. ഇതെന്താണ് സാധനം, ഇതിൻ്റെ അതെല്ലാം എനിക്കറിയാം. കാരണം ഇവരുടെ കൂടെയൊക്കെ നമ്മൾ നടന്നതല്ലേ. അല്ലല്ല, അതിനോ അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആം വെരി ഓപ്പൺ ആൻഡ് ക്ലിയർ അബൌട്ട്. ഞാൻ താങ്കളെ ഒരു മനുഷ്യനാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നല്ല കാര്യം. താങ്കളുടെ ഡിവോട്ടീസിന് എന്നോട് ദേഷ്യം ഉണ്ടാവുമോ? ഒന്നുമില്ല, ഉണ്ടാവില്ല. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്ന വളരെ ഷോർട്ട് എൻഡഡ് ആണെങ്കിൽ മാത്രമേ അതൊരു കൊമേഴ്സ്യൽ സ്വഭാവം ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1. 2, ഞാൻ ക്രിയായോഗ എല്ലാവർക്കും ഇങ്ങനെ മാസമായിട്ട് കൊടുക്കാറില്ല. ആളുകളുമായിട്ട് ഒന്ന് പെരുമാറി നോക്കിയിട്ട് ഇയാൾക്കിത് സൂട്ടബിൾ ആണോ നോക്കിയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ 3000 രൂപ 5000 രൂപ ഒന്നും വാങ്ങി. നമ്മൾ ഫീസൊന്നുമില്ല. റിട്രീറ്റിന് 5000 രൂപ ഫീസ് മേടിക്കുന്നില്ല. റിട്രീറ്റിന് അവിടെ ആഹാരം കഴിക്കാനും നിൽക്കാനും ഒക്കെ അല്ലാതെ അത് താമസിക്കുന്ന സ്ഥലത്തിനും കൂട്ടിയാണ്. അല്ലാതെ ഇത് ക്രിയായോഗയ്ക്കൊന്നും അല്ല. ഓക്കെ. അത് റിട്രീറ്റ് ഉണ്ടെങ്കിൽ ക്രിയായോഗ അവിടെ കൊടുക്കൊന്നുമില്ല, അങ്ങനെയും ഇല്ല, കമ്പൾസറി ഒന്നുമല്ല. അപ്പം ഞാൻ വാങ്ങിക്കുന്നത് 1 രൂപയാണ്. അത് ഒരു പഴയ റൂളുണ്ട്, ദക്ഷിണ കൊടുക്കണമെന്ന്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ആളാണ്. ഇത് ഈ സ്പിരിച്വൽ ആയാൽ ഈ നമ്മൾ ഫൂളിഷായിട്ട് ജീവിക്കണമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. I am saying on the contrary, you are too brilliant. അതാണ്. ശരി, വരുന്നു ഒരാൾ വരുന്നു. ഏതൊരു ഗുരുവിനും എന്തും തുറന്നു പറയാനുള്ള ഒരാൾ ഉണ്ടായിരിക്കണം, ഇന്നർ സർക്കിൾ എന്ന് പറയാൻ. അതിപ്പോൾ യേശുവിനുണ്ടായിരുന്നു 13 പേര്, മുഹമ്മദിനുണ്ടായിരുന്നു, ശ്രീരാമകൃഷ്ണ പരമഹംസർക്കുണ്ട്, വിവേകാനന്ദൻ അടക്കമുള്ള വളരെ ചെറിയൊരു ഗ്രൂപ്പ്, രമണ മഹർഷിക്കുണ്ട്, പോൾ ബ്രിണ്ടൻ അടക്കമുള്ള ചെറിയ ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പിനോട് മാത്രമേ ഇവർക്ക് ഇവരുടെ എല്ലാ സംഗതികളും തുറന്നു പറയാൻ പറ്റും. അപ്പം അദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം പറയാം, അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടോന്നുള്ള. ശരിയാണ്, അത് എനിക്ക് മനസ്സിലായി, പോയിന്റ് മനസ്സിലായല്ലോ. അതല്ല, ഇത്
ഇതൊരു വിഷനായിട്ടല്ല ഇത് എനിക്കൊരു വിഷനായിട്ട് കണ്ടാൽ അത് മനസ്സിലാക്കാം. ഇത് ആക്ച്വലാണ്. അപ്പോൾ അതിലൊന്നിൽ പ്രാന്തായിരിക്കും, ഇല്ലെങ്കിൽ റിയൽ ആയിരിക്കും, അല്ലാതെ കഞ്ചാവല്ല. അല്ല, ഭ്രാന്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു വിഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്. അത് ആകാം, ഏതോ എനിക്കറിയില്ല. പക്ഷെ അത് എൻ്റെ ആസ് ഫാർ ആസ് ഐ നോ അതൊരു വളരെ റിയലായിട്ട് ഒരു നടന്ന ഒരു കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസാണ്. അത് ഞാൻ അങ്ങോട്ട് പറിച്ചു. പിന്നെ അദ്ദേഹം അവിടെ പോയി സോൾവ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞതാണ് എന്നോട്, അത് എൻ്റെ ഒപ്പീനിയൻ അല്ല, മഹേശ്വർനാഥ് ബാബാജി പറഞ്ഞതാണത്. ഇങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാനാണ് വന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. കാശി ഉപയോഗിച്ചാണ് നമ്മൾ ഈ സത്സംഗ് വിദ്യ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഒരുപക്ഷെ ഞാൻ ഇന്ത്യയുടെ ഒരു ആത്മീയ ചക്രവാളത്തിൽ ഉദിച്ച ഒരാളായിട്ടാണ് ഇപ്പോൾ താങ്കളെ ആൾക്കാർ കാണുന്നത്. ഇവിടെ ഒരാളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്, പറയട്ടെ. സ്വാഭാവികമായി തന്നെ സൂഫി ദർശനങ്ങളും ഹൈന്ദവികതയിലെ, അതായത് ഉപനിഷത്തിലെ ഉയർന്ന ദർശനങ്ങളും കൂടിച്ചേരുന്ന ഒരു ആത്മീയതയാണ് വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒരു സാധാരണ ഹൈന്ദവിക പരിസരമാണെന്നാണ്. അതായത് ദേവീദേവന്മാരും അത്ഭുത കാഴ്ചകളും മായാക്കാഴ്ചകളുമൊക്കെ, അത്ഭുതകരമായ മായാക്കാഴ്ചകളുമൊക്കെ അടങ്ങിയ ഒരു സാധാരണ ഹൈന്ദവികതയുടെ ഒരു അന്തരീക്ഷമാണ് എനിക്ക് തോന്നിയത്. ചോദ്യം ഇതാണ്, സർവമത യാത്ര, ഭാരതയാത്ര നടത്തുമ്പോൾ ഹിന്ദുക്കളല്ലാത്തവരോട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന സന്ദേശം ഏത് തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും അത്? രണ്ടാമത് ഞാൻ എഴുതുന്നത് ഉപനിഷത്ത് സെൻറ്റ് ജെ കൃഷ്ണമൂർത്തി എന്നൊരു കമ്പാരിസനുണ്ട് അത്. മൂന്നാമത് ഞാൻ എഴുതുന്നത് ന്യൂറോളജിക്കൽ ബേസിസ് ഫോർ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. എന്തായാലും താങ്കൾ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പുതുവർഷത്തിൽ പ്രതീക്ഷയുടെ ഒരു നടത്തം താങ്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഒരു നടത്തം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായ പല ഘടകങ്ങൾക്കും പ്രേരകമാകട്ടെ. താങ്കൾക്കും താങ്കളുടെ സഹപ്രവർത്തകർക്കും താങ്കളുടെ അനുയായികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.